വെൽക്കം ടു കുക്ക് ഹൗസ് മാജിക്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് റിവ്യൂ ആണ്. ഞങ്ങൾ റീസെൻ്റായിട്ട് തിരുവനന്തപുരത്ത് പോയപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ ഒക്കെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പട്ടത്തുള്ള ഡിണ്ടിഗൽ തലപ്പാട്ടി ബിരിയാണി ഔട്ട്ലെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഡിണ്ടിഗൽ തലപ്പാട്ടി ബിരിയാണിയെ പറ്റി കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. നല്ല ഫേമസ് ആയിട്ടുള്ള തമിഴ്നാട് ബിരിയാണിയാണ്. ഇതിൻ്റെ ഒറിജിൻ ഡിണ്ടിഗലാണ്. ഇതിൻ്റെ ഔട്ട്ലെറ്റ്സ് പല സ്ഥലങ്ങളിലും ഉണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 3 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു സ്കൾപ്ചറൊക്കെ കാണാം. ഒരു ലേഡി ട്രഡീഷണൽ രീതിയിൽ അരകല്ല് അരയ്ക്കുന്ന ഒരു സ്കൾപ്ചറൊക്കെ കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ ടേബിൾസൊക്കെ ഫിൽഡ് ആയിരുന്നു. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അകത്ത് കയറുന്നത്. അകത്ത് കയറി കഴിയുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ, തമിഴ്നാട് ബിരിയാണി കഴിച്ചവർക്കൊക്കെ അറിയായിരിക്കും എന്താ മണമെന്നറിയും. ഞാനൊരു തമിഴ്നാട് ബിരിയാണി ഫാനാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് തമിഴ്നാട് ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. സാധാരണ നമുക്ക് ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്നത് പ്ലേറ്റ്സിലല്ലേ. ഇവിടെ അങ്ങനെയല്ല. ട്രഡീഷണൽ രീതിയിൽ വാഴയിലയിലാണ്. വാഴയിലയിൽ എന്ത് ഡിഷ് കഴിച്ചാലും അതിൻ്റെ സ്വാദ് ഒന്നുകൂടെ കൂടും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിനും ഒരു തൃപ്തി കിട്ടും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 3 ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി, പിന്നെ തലപ്പകട്ടി സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചത്. അപ്പോൾ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇതുപോലത്തെ കുടം പോലിരിക്കുന്ന ബോളിലാണ് തലപ്പകട്ടി ബിരിയാണി തരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പപ്പടമൊക്കെ വെച്ചിട്ടുണ്ടാവും. സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യുന്നത് ഒണിയൻ റൈത്ത, പിന്നെ പപ്പഡ്, പിന്നെ ഒരു സാൽന എന്ന് പറയുന്നത് പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഗ്രേവി. മറ്റ് തമിഴ്നാട് ബിരിയാണിയുടെ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് ബ്രിഞ്ചോൾ ഗ്രേവിയാണ്, കത്രിക്ക ഗ്രേവി. പക്ഷേ തലപ്പകട്ടി ബിരിയാണിയുടെ കൂടെ സാൽനയാണ് സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ബിരിയാണിയിലുള്ളത് ഒരു 3 മീഡിയം സൈസിലുള്ള ചിക്കൻ പീസസ് ഉണ്ടാവും, ഒരു മുട്ടയുണ്ടാവും. റൈസ് യൂസ് ചെയ്തിരിക്കുന്നത് ബസ്മതി അരിയല്ല, ഇത് കൈമ റൈസാണ്, ജീരകശാല അരി, ചെറിയ കുഞ്ഞു അരി. അപ്പോൾ ജീരകശാല അരി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഫ്ലേവറില്ല, ബസ്മതി റൈസിൻ്റെ കൂട്ടൊരു ഫ്ലേവറില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ ഒരു മസാലയുടെയും പിന്നെ മീറ്റിൻ്റെയും ഒക്കെ ഉള്ള ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കേരള ബിരിയാണിയുടെ കൂട്ട് ഇതിൽ കാഷ്യൂ നട്ട്സോ റേസിൻസോ അതുപോലെ ഫ്രൈഡ് ഓണിയൻസോ അതൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ബിരിയാണിയാണ്. അതൊരിക്കലെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അച്ചാറും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടില്ല. തമിഴ്നാട് ബിരിയാണിയുടെ കൂടെ അച്ചാർ ഒരു കോമ്പിനേഷൻ അല്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും കേട്ടോ. അവൾ കഴിച്ചോളൂ. സൂപ്പറാണ്. ഇതിൽ നെയ്യൊക്കെ നല്ല ലാവിഷായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്നിൻ്റെയും ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കില്ല. ആ ഒരു നെയ്യുടെ ഫ്ലേവറും പിന്നെ ചിക്കൻ്റെയും പിന്നെ മസാലയുടെയും എല്ലാം ഫ്ലേവറും കൂടെ ബ്ലെൻഡായി വരുന്നതാണ് തലപ്പകട്ടി ബിരിയാണി. അതിൻ്റെ കൂടെ നമ്മുടെ വാഴയിലയുടെ ചെറിയൊരു മണവും ഒക്കെ കൂടെ വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റായി. ഇത് നമുക്ക് ഒണിയൻ റൈത്ത കൂട്ടി കഴിക്കാൻ നല്ലതാണ്, സാൽന കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പക്ഷേ എനിക്ക് ആ ഒരു ബിരിയാണി തന്നെ എൻജോയ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. അസല തമിഴ്നാട് ബിരിയാണി. ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ പ്രൈസ് 250 റുപ്പീസും മട്ടൻ ബിരിയാണിയുടെ പ്രൈസ് 300 റുപ്പീസുമാണ്. തലപ്പകട്ടി മട്ടൻ ബിരിയാണി നല്ല ഫേമസ് ആണ്. മിക്കവാറും ഉള്ളവരൊക്കെ ഓർഡർ ചെയ്യുന്നത് മട്ടൻ ബിരിയാണിയാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇവിടുത്തെ മട്ടൻ ബിരിയാണി ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല. ഞങ്ങൾക്കൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ റൈസിൽ ഒട്ടും മട്ടൻ്റെ ഫ്ലേവർ ഇല്ലായിരുന്നു. അതുപോലെ മീറ്റ് പീസസ് ആണെങ്കിലും ഫുൾ ബോൺസ് ആയിരുന്നു, അതിലൊട്ടും ഫ്ലഷ് ഇല്ലായിരുന്നു. 300 റുപ്പീസിന് ഒട്ടും വേർത്തെല്ലാം തോന്നി. ഇനി ഇൻ കേസ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ബോൺലെസ് ഓപ്ഷനുണ്ട്, ബോൺലെസ് മട്ടൻ ബിരിയാണി വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ തലപ്പകട്ടി സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചതും എത്തിയിട്ടുണ്ട്. അതൊന്ന് ടേസ്റ്റിയാണ്. മയണൈസിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നഗറ്റ്സ് കഴിക്കുന്നു. ചിക്കൻ പൊരിച്ചതും നല്ല ടേസ്റ്റിയാണ്. ഒരു നഗറ്റ്സിൻ്റെയൊക്കെ ടേസ്റ്റ്. ഇത് കിഡ്സ് എൻജോയ് ചെയ്ത് കഴിക്കും കേട്ടോ. എനിക്കൊന്നുകൂടെ ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ്. സ്റ്റിക്കിലൊക്കെ ഇങ്ങനെ കുത്തി തരുമ്പം കിഡ്സിന് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ തമിഴ്നാട് ബിരിയാണി കഴിക്കാൻ പറ്റി. 100% സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.